ന്യൂസ് ടെൻസിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് സ്വാഭാവികമായും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ കൂടിയും അത് വരുന്ന രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ ചില പ്രധാനപ്പെട്ട റിസൾട്ടുകൾ പുറത്തുവരുന്നു. ഇടതുമുന്നണിക്ക് ആശ്വാസം, അട്ടിമറി വിജയം. 2 കോർപ്പറേഷൻ വാർഡുകളിൽ ഇടതുമുന്നണി നേടി എന്നതാണ് തിരുവനന്തപുരത്തു നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. പക്ഷേ ഒപ്പം BJPക്കും ആശ്വസിക്കാൻ ഏറെയുണ്ട്. സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ BJPയും അട്ടിമറി വിജയം നേടിയിട്ടുണ്ട് എന്നതാണ് ചിത്രം. ഡാൻ കുര്യൻ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ഡാൻ, എന്തുകൊണ്ടും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്തെ ചിത്രം എന്താണ്? ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പൊതുചിത്രം ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? സജിത്ത്, ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരമനുസരിച്ച് LDFന് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് സംസ്ഥാനത്ത് ആകെ നടന്ന, അതായത് 23 വാർഡുകളിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം ആദ്യഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ അത് LDFന് വലിയ ആശ്വാസമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൽ തന്നെ പ്രധാനമായിട്ട് തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ LDFന് അട്ടിമറി വിജയമുണ്ടായിരിക്കുന്നു. BJPയിൽ നിന്ന് വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും വാർഡുകൾ തിരിച്ചുപിടിക്കാൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. നഗരസഭയിൽ അടക്കം അത് വലിയ തരത്തിൽ LDF കൗൺസിലർമാരുടെ ആവേശം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും. നേരത്തെ സജിത്ത് തന്നെ സൂചിപ്പിച്ച പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. എന്തായാലും പ്രവർത്തകർക്കിടയിൽ അത് വലിയ ആവേശത്തിന് വഴിവെക്കും. ഇപ്പോൾ തന്നെ വെള്ളാറിലടക്കം ഇടത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സജിത്ത്, ഈ ഡാൻ, സംസ്ഥാനത്തിന്റെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? എത്ര തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫലമാണ് പുറത്തു വന്നത്? അതിൽ ഇടതുമുന്നണിക്ക് എത്ര, BJPക്ക് എത്ര, UDFന് എത്ര? ഇതിന്റെ ഒരു കണക്ക് ഏറെക്കുറെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നെടുമ്പാശ്ശേരിയിൽ 14 വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. NS അർച്ചനയാണ് വിജയിച്ചിരിക്കുന്നത്. 98 വോട്ടുകൾക്കാണ് വിജയം നേടിയിരിക്കുന്നത്. ഇതോടെ പഞ്ചായത്ത് ഭരണവും UDFിൽ നിന്ന് LDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പൊതുചിത്രമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം നമുക്ക് ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു പൊതുചിത്രം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര വാർഡുകളിൽ LDFനും UDFനും BJPക്കും വിജയിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു കൃത്യമായ ചിത്രം കിട്ടും. കണ്ണൂരിലടക്കം UDFന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, നവമി കൂടി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന്. നവമി, നെടുമ്പാശ്ശേരി മേഖലകളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടക്കം ഏറെ ശ്രദ്ധേയമാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. എന്താണ് കൊച്ചി മേഖലയിലൂടെ ഒരു പൊതുചിത്രം? എറണാകുളം ജില്ലയിൽ എങ്ങനെ ഇത് പ്രതിഫലിക്കുന്നു? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുമ്പാശ്ശേരിയിലെ തിരഞ്ഞെടുപ്പ് ഫലമാണ്. എറണാകുളം ജില്ലയിൽ 2 ഇടത്താണ് പ്രധാനമായും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് എടവനക്കാടും മറ്റൊന്ന് നെടുമ്പാശ്ശേരിയിലും. ഇതിൽ നെടുമ്പാശ്ശേരിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. NS അർച്ചന 98 വോട്ടുകൾക്കാണ് അർച്ചന വിജയിച്ചത്. ഇതോടെ പഞ്ചായത്ത് ഭരണം UDFിൽ നിന്നും LDF പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ ഒരു UDF ഭരണത്തിന്റെ ഇടയിൽ ചെറിയൊരു തർക്കം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യതയിലേക്ക് പോയത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് UDFിൽ നിന്നും LDF ഇപ്പോൾ സീറ്റ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. എന്തായാലും 19 അംഗ ഭരണസമിതിയിൽ 9 LDF 9 UDF എന്നായിരുന്നു കക്ഷിനില. 14-ാം വാർഡ് LDF വിജയിച്ചതോടെ 10-9 എന്ന നിലയിലായി പിന്നീട് കക്ഷിനില. അങ്ങനെയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ LDF ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നത്. മറ്റൊന്ന് എടവനക്കാടാണ്. എടവനക്കാടിൽ LDF സീറ്റ് UDF ആണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 11 വാർഡിൽ UDF സ്ഥാനാർത്ഥി ശാന്തി മുരളിയാണ് വിജയിച്ചത്. 108 വോട്ടുകൾക്കായിരുന്നു ശാന്തിയുടെ വിജയം. അങ്ങനെ 2 ഇടത്ത് നടന്ന സുപ്രധാന തിരഞ്ഞെടുപ്പിൽ ഒരിടത്ത് LDFും മറ്റൊരിടത്ത് UDFും വിജയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എറണാകുളം ജില്ലയിലും നിർണായകമാണ്. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം പോലും UDFന്, കോൺഗ്രസിന് നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായി. 98 വോട്ടിനാണ് അവിടെ ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി പിടിക്കുന്നു എന്നത് ആയി അത് മാറുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഇടമാണ് തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ. അവിടുത്തെ ഭരണം, അവിടെ BJPയും ഇടതുമുന്നണിയും ഇഞ്ചോടിഞ്ചാണ് പലയിടങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. പക്ഷേ ഇത്തവണ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 2 BJP വാർഡുകൾ CPM ഇടതുമുന്നണി തിരിച്ചു പിടിച്ചു എന്നതാണ്. വെള്ളാറിലും ഒറ്റശേഖരമംഗലത്തും അത് പ്രകടമായി എന്നതാണ് സാഹചര്യം. ഡാൻ,
ഈ തിരുവനന്തപുരം നഗരസഭയിലെ BJP CPM ഏറ്റുമുട്ടൽ വളരെ പ്രകടമാണ്. അവിടെ ഭരണം പിടിക്കാൻ BJP വലിയ ശ്രമങ്ങൾ കാലങ്ങളായി നടത്തുന്നുണ്ട്. BJPക്ക് അങ്ങേറ്റം ശക്തിയുള്ള ഒരു ഇടമാണിത്. ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ ഭരണം അവിടെ തിരിച്ച് അട്ടിമറി വിജയം നേടാൻ ഇടതുമുന്നണിക്ക് ഇടവെച്ചത്? എന്തായിരുന്നു അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? അവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം നമുക്കറിയാം, നേരത്തെ LDF ഭരിച്ചിരുന്ന വാർഡുകളാണ് ഈ വെള്ളാറിലെയും ഒറ്റശേഖരമംഗലത്തും. അവിടെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുകയായിരുന്നു. കൃത്യമായ വലിയ തരത്തിൽ, അതായത് സംഘടനാ തലത്തിൽ വലിയ തരത്തിൽ അത് ചോദ്യങ്ങൾക്ക് വഴിവെക്കുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കൃത്യമായ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറി വിജയം നേടാൻ ഇപ്പോൾ LDF നേതൃത്വത്തിന് കഴിയുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വെള്ളാറിലെ CPM സ്ഥാനാർത്ഥി പനത്തുറ ബൈജുവാണ് വിജയിച്ചിരിക്കുന്നത്. 150 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP നിന്ന് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും അത് BJPക്കുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം നമുക്കറിയാം, ശൈത്യം സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം നഗരസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല വാർഡുകളിലും പല കോർപ്പറേഷൻ വാർഡുകളിലും LDFും BJPയും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലുമൊക്കെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. അങ്ങനെ ഒരു സ്ഥലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ 2 സിറ്റിംഗ് വാർഡുകൾ അത് കൃത്യമായി LDF പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ LDF പ്രവർത്തകർക്ക് വലിയ ആവേശത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം. അത് തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോപ്പുകൂട്ടലിൽ വലിയ തരത്തിലുള്ള ഒരു ആവേശമായി പ്രവർത്തകർക്കിടയിൽ മാറുകയും ചെയ്യും. അതിന്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ തന്നെ വെള്ളാറിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ഇടത് പ്രവർത്തകരാണ് അവിടുത്തെ വിജയാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വെള്ളാറിലേക്കടക്കം ഒറ്റശേഖരമംഗലത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP കേന്ദ്രങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഷജിത്ത്, എന്തായാലും ഡാൻ തുടരുക. സംസ്ഥാനത്തിന്റെ മറ്റ് ചില ഇടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലവും ശ്രദ്ധേയമാണ്. മട്ടന്നൂർ നഗരസഭയിൽ മട്ടന്നൂരിൽ ആദ്യമായി BJP വിജയമുണ്ടായെന്ന ചില കണക്കുകൾ വടക്കൻ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നു എന്ന ശ്രദ്ധേയമായ സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലും BJPയും ആലപ്പുഴയിലടക്കം ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന് എത്ര കണ്ടിത് ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് നേട്ടമുണ്ടാക്കാനായി എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന്റെ കണക്കുകൾ കൃത്യമായൊരു ചിത്രം നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പാലക്കാട് വിനേഷ് കുമാർ ഉണ്ട്. വിനേഷ് കുമാർ, വിനേഷ്, എന്താണ് ഈ പാലക്കാടിന്റെ പൊതു സാഹചര്യം ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ? സജിത്ത്, പാലക്കാടും LDFന് തന്നെയാണ് നേട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് LDF നിലനിർത്തിയിട്ടുണ്ട്. CPMലെ PK അരവിന്ദാക്ഷൻ 31 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷേ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തി. 16ാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി KT മജീദാണ് ജയിച്ചത്. പക്ഷേ ചിറ്റൂർ തത്തമംഗലത്തും എരുത്തേമ്പതിയിലും LDF സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കാരണം ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന ഒരു സമയത്താണ് പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ LDF നേടുന്നതല്ല, നിലനിർത്താനെങ്കിലും കഴിഞ്ഞു എന്നുള്ളത് LDFന് വലിയ ഗുണം ചെയ്യും. എന്തായാലും ഈ എരുത്തേമ്പതിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യത കിട്ടിയിട്ടില്ല. പക്ഷേ സീറ്റ് LDF നിലനിർത്തി എന്നുള്ളതാണ്. ചിറ്റൂർ തത്തമംഗലം 6ാം വാർഡ് മുതുകാട് ഉപതെരഞ്ഞെടുപ്പിലാണ് LDF സ്ഥാനാർത്ഥി ആരോഗ്യസ്വാമി വിജയിച്ചത്. 369 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFലെ ശ്രീനിവാസനെയാണ് ഇദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ളത്. ചിറ്റൂരൊക്കെ നമുക്കറിയാം LDFന് വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. എല്ലായിടത്തും LDFന് കാര്യമായ ദോഷമില്ലാതെ മുന്നോട്ട് പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. ശരി, അതാണ് പാലക്കാട് പൊതു സാഹചര്യം. കണ്ണൂർ മട്ടന്നൂരിലെ ചിത്രം പോരുന്നുണ്ട്. അവിടെ കോൺഗ്രസിന്റെ സീറ്റാണ് BJP പിടിച്ചെടുത്തത് എന്നതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. അതേസമയം മലപ്പുറം ജില്ലയിലേക്ക് പോയാൽ മലപ്പുറത്ത് UDFന് പലയിടങ്ങളിൽ നേട്ടം ഉണ്ടാക്കാനായിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നും വരുന്ന ചിത്രം. അനുമോദുണ്ട്, CV അനുമോദ്, മലപ്പുറത്തിന്റെ ഫലം എങ്ങനെയാണ്? തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം മലപ്പുറത്ത് എങ്ങനെ പ്രതിഫലിച്ചു? സജിത്ത്, മലപ്പുറത്ത് 3ഇടത്താണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കോട്ടക്കലിൽ 2 വാർഡിലും മക്കരപ്പറമ്പിലും. ഈ 3 സ്ഥലങ്ങളിലും UDF സീറ്റ് നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 3 സീറ്റും UDFന് വിജയിക്കാൻ കഴിഞ്ഞു. കോട്ടക്കൽ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 14ാം വാർഡായ ഈസ്റ്റ് പുല്ലൂരിൽ UDFന്റെ ഷഹാന ഷഹീർ 191 വോട്ടിനാണ് ജയിച്ചത്. ലീഗിലെ അഭിപ്രായത്തെ തുടർന്ന് മുസ്ലിം ലീഗ് അംഗമായിരുന്ന നഗരസഭാ അധ്യക്ഷയായിരുന്ന ഉഷ ഷബീർ രാജിവെച്ചിരുന്നു. ഈ ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ലീഗിനാണ് വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മക്കരപ്പറമ്പിലും സീറ്റ് നിലനിർത്തുവാൻ ലീഗിന് കഴിഞ്ഞു. UDFന് മുസ്ലിം ലീഗിന് 100% വിജയം നേടുവാൻ
ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കോട്ടയ്ക്കൽ നഗരസഭയിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ മാസമാണ് അത് ഉണ്ടായിരുന്നത്. അതായത് ഉഷാ ഷബീർ രാജിവെക്കുകയും പകരം LDF പിന്തുണയുടെ വിമത അധികാരത്തിലേക്ക് തിരിച്ച് അവർ ലീഗിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. 3-3 ലീഗിന് വിജയം നേടാൻ കഴിഞ്ഞതാണ് മലപ്പുറത്തുള്ള ഏറ്റവും പുതിയ വിവരം. അതാണ് മലപ്പുറത്തിന്റെ ചിത്രം. മലപ്പുറത്ത് എന്നാൽ UDF നേട്ടമുണ്ടാക്കി അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി എന്നതാണ് മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ചിത്രമായി പുറത്തുവരുന്നത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ പുറത്തുവന്ന കണക്ക് പ്രകാരം ഇടതുമുന്നണി തന്നെയാണ് സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. 6ഓളം വാർഡുകളിൽ അട്ടിമറി വിജയം നേടിക്കൊണ്ടാണ് ഇടതുമുന്നണി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പായി നടക്കുന്ന ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയഫലത്തിൽ അവരുടെ രാഷ്ട്രീയം പ്രതിഫലിക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം.